കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് UAE ബേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ശ്രുതിയുടെ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു 2 years മുമ്പ് വരെ എനിക്കിവിടെ ഡാൻസ് സ്കൂളായിരുന്നു, സ്റ്റുഡിയോ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഒരു ഡാമേജ് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ 2 വർഷവും ഞാൻ UAE വന്നിട്ട് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ്. ഡെയിലി ഒരു 4 to 5 hours നമ്മൾ ലൈവ് ഗെയിമാണ് ടിക്ടോക്കിൽ. അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ നാട്ടിൽ ഈ ഇൻ്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ടിക്ടോക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് അറബ്സ് ആണെങ്കിലും ഫുൾ പാകിസ്ഥാനി ആണെങ്കിലും നമ്മുടെ ഇന്ത്യ മല്ലൂസ് ആണെങ്കിലും എല്ലാവരും മെയിനായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗെയിമിലാണ്. അത് നമുക്ക് എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയ ഒരു സംഭവമാണ് ലൈവ് സ്ട്രീമിംഗ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏർണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? നിങ്ങൾക്കൊരു ഡെയിലി എത്ര വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും? അത് എന്താ പറയുക, തരക്കേടില്ലാത്ത എമൗണ്ടാണ്. 2.5 വർഷമായിട്ട് ലൈവ് സ്ട്രീമിംഗ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി കമൻസ് ഇങ്ങനെ വരും, ഇവക്ക് ദുബായിൽ എന്താ ജോലി, ഇവള് ഇത്രയും അതായത് ഫ്ലാറ്റ് എടുക്കുന്നു, കാർ എടുക്കുന്നു, അപ്പോൾ ഇവക്ക് ജോലി, നാട്ടിൽ വീട് പണിയുന്നു, ഇവിടെ മിനി കൂപ്പർ. അപ്പോൾ ഇവക്ക് ജോലി ഇല്ലാതെ, അതായത് 10-50 വർഷമായിട്ടും 25 വർഷമായിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് എടുക്കുന്ന പ്രവാസികൾക്കിനേക്കാളും ഇവള് പെട്ടെന്ന് വന്നിട്ട് എങ്ങനെ സെറ്റിലായി, ഇവക്ക് എന്താ ജോലി, ഇവള് വേറെ എന്തെങ്കിലും പരിപാടിക്കാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കമൻസ് വന്നപ്പോൾ ഞാൻ ആക്ച്വലി ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ അവർ വിചാരിക്കും ലൈവിന് ഇത്രയും ഏൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിശ്വസിക്കാനും ചാൻസ് ഇല്ല. സോ അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കയറി പറഞ്ഞ റിയൽ എസ്റ്റേറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ. പിന്നെ ആ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ട്രോളും കംപ്ലീറ്റ് ഏത് വീഡിയോ ചെയ്താലും റിയൽ എസ്റ്റേറ്റ്, സ്ഥലക്കച്ചവടം. ആ സ്ഥലക്കച്ചവടത്തിന് വേറൊരു ഡബിൾ മീനിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അവരത് ആക്കിയെടുത്തു. നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ, പക്ഷെ അവരത് വേറെ രീതിയിൽ സ്ഥലക്കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ത്രികോണാകൃതിയിലുള്ള സ്ഥലക്കച്ചവടം. അപ്പം അങ്ങനെ വേറെ ഭയങ്കര വൾഗർ രീതിയിലൊക്കെ അവർ കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ കാരണം തന്നെ ഇതൊന്ന് ഓപ്പൺ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് എൻ്റെ ഇൻകം സോഴ്സ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ ലൈവിൽ ഇരിക്കുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഇവളുടെ ജോലി എന്താ, ഇവളുടെ വരുമാനം, സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഷയമാണ് എൻ്റെ ജോലി എന്താണെന്നുള്ളത് ടിക്ടോക്കിൽ ഇൻസ്റ്റയിൽ വലിയൊരു പ്രശ്നമാണ്, എല്ലാവർക്കും അറിയേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഈ ഒരു കാര്യം എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. 2.5 വർഷമായിട്ട് ഞാൻ ടിക്ടോക്കിൽ ഗെയിമിൽ ഭയങ്കര ആക്റ്റീവാണ്. എങ്ങനെ പോലെ ഒരു 4-5 മണിക്കൂർ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ലൈവ് സ്ട്രീമിംഗ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് മുമ്പ് പറയാൻ നാണക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പബ്ലിക്കിന് അറിയാവുന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിലൊന്നും മാത്രമാണ് ടിക്ടോക്ക്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്ലാറ്റ്ഫോമിൽ എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാവുന്ന ലൈവും കാര്യങ്ങളും ഗെയിമൊക്കെ ഉണ്ട്. അതെ, അപ്പം എല്ലാവർക്കും ആ ഒരു സംശയം മാറട്ടെ. ശ്രുതി ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിംഗ് ആണ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ചെയ്യുന്നത്. ഇതാണ് പുള്ളിക്കാരിയുടെ ജോബ് അല്ലേ? ആ ഒരു ടിക്ടോക്കിലുള്ളവർക്കും ഞാനൊരു ടിപ്പ് പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. ജോബൊന്നും ഇല്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ലൈവ് ഗെയിമിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പെട്ടെന്ന് ചേഞ്ച് ആവും, പെട്ടെന്ന് സെറ്റിൽ ആവും. ഓക്കെ, നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ഭയങ്കര വൈബാണ്. പക്ഷെ നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്നു 3 പേരും, ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പം റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയാണോ? അല്ല, ഞങ്ങൾ എന്ത് ഇന്റർവ്യൂ കൊടുത്താലും എന്തെങ്കിലും ഒരു അബദ്ധം എന്റെ ചാസിയുടെ എന്തെങ്കിലും ഒരു പോയിന്റ് അറിയാണ്ട് പറഞ്ഞു പോകുമ്പോൾ അതായിരിക്കും പിന്നെ വിവാദമാവുക. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്താ പറയാ കെയർ ചെയ്ത് സംസാരിക്കണം, ബ്ലാ സംസാരിക്കരുത്, ആരും ഒന്നും വീഴരുതെന്ന് പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ടാണ് മണ്ടത്തരങ്ങൾ പറയുന്നത്. പറഞ്ഞുകൊണ്ടാണ് ഓം ഉണ്ടാതിരിക്കുന്നത് കേട്ടോ. കാരണം ഓം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണ്ടത്തരായിപ്പോ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആരാണ്? ഞാൻ പെട്ടെന്ന് കരയും, എന്നെ ആശ്വസിക്കും, പെട്ടെന്ന് ഇവരെത്തുകയും ചെയ്യും. ഞാൻ ഡെയിലി പെട്ടെന്ന്, അതായത് ഈ കമന്റ്സ് ഒക്കെ ഇവരുടെ വിചാരം നമുക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണ്, ഇതൊക്കെ എങ്ങനെ ഇവർ നേരിടുന്നു അല്ലെങ്കിൽ. പക്ഷേ പിന്നെ ലൈവിലൊക്കെ ആണെങ്കിലും ഒരു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലൈവ് 5-6 മണിക്കൂർ, അതിൽ എന്തെങ്കിലും ഒരു കമന്റ് മതി, അത് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ലൈവിലിരുന്ന് കരയുന്ന ആളാണ് ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എനിക്കൊന്ന് ഞങ്ങളുടെ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഞാൻ തന്നെയാണ്. കുറച്ചുകൂടെ സ്ട്രെങ്ത് ആർക്കാണുള്ളത്? സ്ട്രോങ് ഞാൻ ആരെന്ത് പറഞ്ഞാലും തകരൂല. എനിക്ക് നല്ല തൊലിക്കട്ടിയുണ്ട് ഉള്ള കാര്യം പറയാം. ജാസിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ജാസി കരഞ്ഞു തുടങ്ങിയാലും ജാസി ചിലപ്പോൾ 2 മിനിറ്റ് ഓക്കെ ആയാലും എന്റെ കാര്യം ചിലപ്പോൾ തീരൂല, ഞാനൊക്കെ കരഞ്ഞോണ്ടിരിക്കാം. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഈ ഒരു ബുള്ളിങ് അനുഭവിക്കുന്ന വ്യക്തി. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ പിടിച്ച് നിന്ന് അങ്ങനെ വന്ന. ഇപ്പോഴും ഓരോ നെഗറ്റീവ് പറഞ്ഞിട്ട് എന്നെ ആൾക്കാർ താഴ്ത്തുന്നുണ്ട്. ഈവൻ ഇപ്പം എൻ്റെ ഷോപ്പിനടക്കം ബാധിക്കുന്ന രീതിയിൽ പല നെഗറ്റീവുകളും ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിഷമിച്ച് നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നെ
ഡൗൺ ആക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ എന്ത് പ്രശ്നമെങ്കിലും അത് എനിക്ക് എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ കുറച്ച് നേരം അത് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് ടു നോർമൽ ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ട്രോളുകളായാലും എന്തായാലും ജാസി തകരണം എന്നുണ്ടെങ്കിൽ ആശി പോകണം. ആശ ഉള്ളിടത്തോളം വരെ ജാസി സ്ട്രോങ് ആയിരിക്കും. അവരുടെ ഏറ്റവും സ്ട്രോങ് പില്ലറാണ് അത്. ആശയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടല്ലോ, ഡിസഗ്രിമെന്റ്സ്, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഈവൻ എപ്പോഴും ആശി ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിലും ആശി വന്നത് മിണ്ടാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും വൈബ് ഓൾറെഡി ഏകദേശം ഭയങ്കര സെറ്റാണ്. മീൻസ് ലൈക്ക് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പോലെയാണ് ഞങ്ങൾ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. പിന്നെ ഇവൻ എന്ത് കള്ളത്തരം ചെയ്താലും ഞാനത് പിടിക്കും. ഞാൻ എന്ത് കളർ ഇവനത് പിടിക്കും. അത് മീൻസ് ഇവൻ്റെ മുഖത്തുനിന്ന് എനിക്കത് ഭാഷിക്കാൻ പറ്റും. അല്ല ചില സമയത്ത് ഞാൻ സുധീരോട് പറയും, അതെ ഇന്ന് ലൈവിൽ എന്തോ നീ ഇന്ന് ലൈവില് ഏതൊരു പെണ്ണ് അല്ല ഞങ്ങള് പുറത്ത് പോയിരിക്കും. അപ്പോ പുറത്ത് ഒരു അരമണിക്കൂറൊക്കെ ഇവന്റെ അടുത്ത് മാറിയിരിക്കുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഇവൻ വേറെ കിളി പിടിക്കും എന്നുള്ളത്. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ വെറുതെ ഒന്ന് എടുത്തിട്ട് ആശി നീ എന്നാ ലൈവ് കഴിഞ്ഞില്ലേ നിന്റെ, അപ്പൊ വെറുതെ ലൈവ് പോയോ ഇല്ലെന്നുള്ളത് അറിയില്ല. ജാസി വെറുതെ എടുത്തിരുന്നേക്കും. അപ്പൊ തന്നെ പാവാതെ പറയും, ആടാ ഞാൻ കുറച്ചേരം ലൈവിൽ അങ്ങനെയൊക്കെ പറയും. ലൈവില് കുറെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ട്, നിന്റെ മുടിവാരയിൽ എന്നൊക്കെ പറഞ്ഞപ്പോ അല്ല അത് ഞാൻ കുറച്ച് നേരം ഇരുന്നോളൂ. ഞാൻ അങ്ങ് വരുന്നുണ്ടെന്ന് പറയും. പക്ഷെ ഇന്നിപ്പോ അത് പൊട്ടിച്ചിട്ടുണ്ട്, ഇനി നടക്കൂലേ.